യുദ്ധം തുടങ്ങിയാൽ കമാൻഡർ ബറ്റാലിയൻ ആസ്ഥാനം വിട്ടുപോകില്ലെന്ന് ആക്ടിവിസ്റ്റായി മാറിയ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ. രാഹുൽ ഗാന്ധി യാത്ര നടത്തേണ്ട സമയം ഇതല്ലെന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. ഇന്ത്യ മുന്നണിയെ തകർക്കാനാണ് നിതീഷ് കുമാറിനെ BJP കൂടെ കൂട്ടിയത്. അത് ഇന്ത്യ മുന്നണിക്കുള്ള മനഃശാസ്ത്രപരമായ അടിയാണ്. സഖ്യമുണ്ടാക്കിയാൽ BJPക്ക് മാത്രം കിട്ടുന്ന സീറ്റ് കുറയും. അവർക്ക് ബീഹാറിൽ മത്സരിക്കാൻ നിതീഷിന്റെ ആവശ്യമില്ല. എന്നാൽ പ്രതിപക്ഷ സഖ്യം എന്ന ധാരണ തന്നെ പൊളിക്കാനാണ് BJP നിതീഷിനെ കൂട്ടിയത്. തെരഞ്ഞെടുപ്പിന് 9 മാസം മുമ്പാണ് കോൺഗ്രസ് സഖ്യമുണ്ടാക്കിയത്. ഇത് 2 വർഷം മുമ്പ് ചെയ്യേണ്ടതായിരുന്നു. 2017 BJP നിതീഷിനെ ആലിംഗനം ചെയ്തു. 2015 നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മോദിക്ക് ഭീഷണിയാവാതിരിക്കാനായിരുന്നു അത്. ആലിംഗനം ചെയ്ത് അവർ നിതീഷിനെ ഒരു സാധാരണ നേതാവാക്കി. ഇപ്പോൾ ഒരു പ്രസക്തിയുമില്ലാതായ നിതീഷിനെ അവർ വീണ്ടും തോളിലെടുക്കുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം നിതീഷിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം. നിതീഷിനും ഇതറിയാം. അയാൾ നിസ്സഹായനാണ്. പ്രായമായി, പിന്തുണയില്ല, പാർട്ടിയില്ല, പണമില്ല, വിശ്വാസ്യതയുമില്ല. 18 വർഷം മുഖ്യമന്ത്രിയായി. എനിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി. 1-2 വർഷമോ കൂടുതൽ കിട്ടിയാൽ അത്രയുമല്ലേ എന്നാണ് നിതീഷ് ചിന്തിക്കുന്നതെന്നും പ്രശാന്ത് കിഷോർ പറയുന്നു.